സൂപ്പർ സ്റ്റാർ രജനികാന്ത്, ഉലകനായകൻ കമൽഹാസൻ, കെ ബാലചന്ദ്ര എന്ന ലെജൻഡറി സംവിധായകൻ തമിഴ് സിനിമയിലേക്ക് കൈപിടിച്ചു കൊടുത്തിയ രണ്ടുപേർ. ഇപ്പോൾ തമിഴ് സിനിമയുടെ ഐക്കൺസ് ആയിട്ട് നിൽക്കുന്ന രണ്ടുപേർ. കരിയറിന്റെ തുടക്കത്തിൽ 1970s 80s 20ഓളം സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ച ഇവര് പിന്നീട് ഒരു ഡിസിഷൻ എടുക്കുകയാണ്, ഞങ്ങൾ ഇനി സിനിമയിൽ ഒന്നിച്ച് അഭിനയിക്കുന്നില്ല. ഇതൊരു ബിസിനസ് സ്ട്രാറ്റജിയാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. അവരുടെ റെമ്യൂണറേഷൻ പങ്കിട്ട് പോവാതിരിക്കാനായിട്ട് ഉള്ളൊരു സ്ട്രാറ്റജി. അതല്ല, രണ്ടുപേർക്കും ഓൺ സ്ക്രീൻ വേണ്ടിയിരുന്നത് രണ്ട് കാര്യങ്ങളാണ് എന്നും പറയപ്പെടുന്നുണ്ട്. ഒരാൾക്ക് കുറച്ചുകൂടെ ലാർജർ ദാൻ ലൈഫ് ക്യാരക്ടേഴ്സ് വേണ്ടിയിരുന്നപ്പോൾ മറ്റേ ആൾക്ക് പെർഫോമൻസ് ഡ്രിവൺ ക്യാരക്ടേഴ്സ് ആയിരുന്നു മുഖ്യം. റീസൺസ് എന്ത് തന്നെ ആയാലും 40 വർഷത്തിന് ഇപ്പുറം ഇവരൊരു സിനിമയ്ക്ക് വേണ്ടി ഒരുമിക്കുകയാണ്. ഇതിന്റെ ഒരു ഗ്ലിംസ് വീഡിയോ ഈയിടയ്ക്ക് പുറത്തിറങ്ങിയായിരുന്നു, അത് നിങ്ങൾ കണ്ടു കാണുമല്ലോ. ആദ്യമൊക്കെ കൈത്തി, വിക്രം, ലിയോ ഒക്കെ എടുത്ത് ലോകേഷ് കനകരാജ് ആണ് ഇത് ഡയറക്ട് ചെയ്യാൻ പോകുന്നത് എന്ന് കേട്ടിരുന്നെങ്കിലും ഇപ്പൊ എന്തായാലും ഫൈനലി ചെയ്യാൻ പോകുന്നത് നെൽസൺ ആണ്. ജയിലർ എന്ന രജനികാന്ത് മൂവിയിൽ മൾട്ടി സ്റ്റാർസിനെ, ഡിഫറെന്റ് ഇൻഡസ്ട്രീസിൽ നിന്ന് കൊണ്ടുവന്ന സ്റ്റാർസിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തതെന്ന് നമ്മൾ കണ്ടതാണ്. ഈ ഒരു ഗ്ലിംസ് വീഡിയോ എന്തായാലും കാണാൻ നല്ല രസമുണ്ട്. രണ്ടുപേരും ഒരുമിച്ച് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ആ സ്ക്രീനിൽ വരുമ്പോൾ ആ ഒരു ഗെത്ത് അടിപൊളി തന്നെയാണ്. എന്തായാലും നെൽസൺ ഈ രണ്ടുപേരെ എങ്ങനെ മാനേജ് ചെയ്യുന്നു, എങ്ങനെയായിരിക്കും ഔട്ട്പുട്ട് എന്ന് കാണാൻ ഞാൻ വളരെയധികം വെയിറ്റിംഗ് ആണ്. ഓഫ് കോഴ്സ് ആ ഗ്ലിംസിൽ പറയുന്ന പോലെ മോർ എക്സൈറ്റഡ് ടു നോ യാർ ഹീറോ.